വന്നാ വെള്ളം കൊടുത്തോ? പുല്ലുമ്പള കൊടുത്തോ? വെള്ളം പുല്ലൊക്കെ കൊടുത്തുകൊണ്ടു അതാ കൊടുത്തുകൊണ്ടിരിക്കണ്. ഈ ആടിന്റെ കാര്യം ഞങ്ങൾ ഏൽപ്പിച്ചൊന്ന് വിൽക്കാന്. അത് നമ്മളെ മാമുട്ടിയാക്കാൻ ഏൽപ്പിച്ചിട്ട് ബ്രോക്കർ മാമുട്ടില്ലേ, ഓനോട് പറഞ്ഞേക്കണു ഞാന്. ഇങ്ങോട്ട് ഇത്ര ദിവസമായിട്ട് വന്നിട്ടില്ല. അവനോട് പറഞ്ഞ അപ്പൊ അങ്ങാടിക്ക് പോകണ്ടേ? അത് പോട്ടെ, നമ്മളെ മോള് അതും അവനോട് തന്നെ പറഞ്ഞിട്ടുണ്ട്, ബ്രോക്കറോട് പറഞ്ഞിട്ടുണ്ട്, മാമുട്ടിയോട് പറഞ്ഞിട്ടുണ്ട്. പിന്നെന്താ പേടി? ആ കുട്ടി ഇതിനകത്ത് പോകുന്ന പെണ്ണ് പെരി കുത്രക്കോളെ കൂടുതലുള്ള ആൾക്കാരൊക്കെ കെട്ടിച്ചേഞ്ഞു. ഓളെ കാര്യം ഞാൻ പറഞ്ഞുകൂടി ചെന്തുക്കാർത്തിയെ പറഞ്ഞു മൈമുട്ടാക്ക് ആരും വന്നിട്ടില്ല. അത് പേര് ഓരെന്തോ തിരക്കപ്പെട്ടിക്കാണ് മമ്മൂട്ടി. അത് കാരണം ഒന്ന് സമാനം കൊണ്ടാ ഇതൊന്നും വിറ്റിട്ടെങ്കിൽ ആ പൈസയെങ്കിലും കിട്ടിയില്ല. അതൊന്നും ഒന്നും ചെയ്യണില്ല. ഒക്കെ പറഞ്ഞിട്ട് അല്ലാതെ ഇവിടെ ഒരു വരുന്നില്ല. കിട്ടാ പെണ്ണെ യാതൊരു ചൂട് ചാത്തൊരു മനസ്സിന് ചെന്നൊന്ന് പറ അവളെ കണ്ടേക്കണെങ്കില്. ഒന്ന് വെളുപ്പിച്ചോ? പേര ഒന്ന് പെയിന്റ് അടിച്ചു ഞാൻ അടിച്ചാലാവൂ. അല്ല നിനക്കിതിപ്പോ വിൽക്കാൻ താല്പര്യമുണ്ടോ? വിൽക്കാതെ അനക്ക് മാനെ പെര കച്ചവടം, വണ്ടി കച്ചവടം, പന്ന് കച്ചവടം, എല്ലാ കച്ചവടവും എന്റെ കാര്യത്തിൽ. ഈ ബുക്കില് നിങ്ങൾക്ക് എന്താ വണ്ടി? മൊബൈലാണോ? കേറിയിരിക്കും നമ്മള് ബുക്കും ചോദിച്ചു എന്നിട്ട് എവിടെ പെണ്ണുമ്മ? പെണ്ണുമ്മ ഔത്തുണ്ട്. പെണ്ണുമാനെ ഉള്ളിൽ കെട്ടിടുക്ക. മോളെ പേരും ആടിന്റെ പേരും ഒന്നന്നെയാണ്. അങ്ങനെ ഞാൻ വിചാരിച്ചു ആടുകുട്ടികളാരെയും ഔത്ത് കെട്ടിടോ വിചാരിച്ചു. മകളെ വരാലേ? അത് ശരി, രണ്ടിന്റെ പേരും ഒന്നന്നെയാണ്. അത് ശരി. എന്നിട്ട് പിന്നെ എന്തൊക്കെ വർത്താനം? സുഖം തന്നെ, അങ്ങനെ പോണു. പങ്കട്ടും കച്ചവടവും എന്താ പെണ്ണിന്റെ കാര്യല്ലേ പറഞ്ഞത്? പെണ്ണുമ്മാടെ കാര്യല്ലേ? അത് നമുക്ക് നോക്കാം. ഞാനുണ്ടല്ലോ ഇവിടെ ഈ പഞ്ചായത്തിൽ ബ്രോക്കർ എന്നുള്ള ഈ പഞ്ചായത്തിൽ നിങ്ങൾക്ക് അറിയാലോ, അറിയപ്പെടുന്ന കുട്ടികളോ എന്ത് ബിസിനസ്സും അതാണ്. പിന്നല്ല പിന്നെ എന്നാ നമുക്ക് കാര്യം ചെയ്യാം, ആടും പെണ്ണുമ്മാനൊന്ന് കാണുക കേട്ടോ. ഓളെ നമുക്ക് കാണണല്ലോ, ഞാനല്ലേ ഉണ്ടാക്കാല്ലേ. അതാണ് കാണുക. എവിടെ കെട്ടിച്ചിട്ട്? കൂട്ടില്ല. എന്നാ ഇവിടെ പോയി വെക്കാം നമുക്ക്. പോരെ എന്റെ കോട അല്ലെങ്കിൽ പിടിച്ചോളെ ഞാൻ. പിടിച്ചോളി. ആട് അവിടെയാണ് കൂടെ, അവിടെയാണ് തന്നെ. എല്ലാം ബാറണ്ട് കൊടുക്കണ്ട, ഞങ്ങക്ക് കൊട്ടും. ഇതാണ് നമ്മളെ ആടില്ലേ? ഇതാണ് പെണ്ണുമ്മ. മാളാണല്ലേ? അത് ശരി. അപ്പൊ ഒരു വെടിക്ക് രണ്ടു വശം രണ്ടാരും കാണാനായല്ലോ ഇപ്പൊ. തിരക്കടില്ലല്ലോ. എത്താ തർത്താനൊക്കെ സുഖല്ലേ? സുഖാണ്. ഇതാണ് ആടില്ലേ? ദിവസം ഇങ്ങോട്ട് പറയണു തന്നെ കൊടുക്കാനെ. പെണ്ണുമാന് കൊമ്പ് പോരല്ലോ പെണ്ണുമ്മാക്ക്. ചെറിയ കുട്ടിയല്ലേ, ആടിന് കൊമ്പുണ്ടാവില്ലല്ലോ. തൊടമ്പ പുള്ളി ഉണ്ടല്ലേ. പിന്നെ മോല സൂപ്പറാട്ടോ, അവിടെ നല്ല ഉണ്ട്. കറക്കലില്ലപ്പ? കൊഴപ്പില്ല. തൊട്ട് വെക്കണ കുഴപ്പമൊന്നുമില്ലല്ലോ. അല്ല അതൊന്നും കുഴപ്പമില്ല. ഓളെ പ്രായക്കാരൊക്കെ കെട്ടിച്ചിക്കണ്, ഓളൊന്ന് കെട്ടിച്ചയക്കണ്ടേ? അത് നമ്മളേറ്റ്. പിന്നെ കുറച്ച് പൈസ ഒക്കെ ഉള്ളവരനൊക്കെ ആയിക്കോട്ടെ. അതിനെന്താ, ഈ പുസ്തകത്തിൽ എല്ലാം ഉണ്ട് ഇവിടെ. ഖത്തർ, ഒമാന്, കുവൈത്ത്, ജിദ്ദ ഇങ്ങനെയൊക്കെ ഉള്ളവരെ കടിച്ചോളൂ. നാട്ടിലുള്ളവരെ വേണ്ട. എന്നായിക്കോട്ടെ, നാട്ടിലുള്ളവരെ വേണ്ടന്നെ. ജിദ്ദന്നാവുമ്പോളേ പൈസക്ക് മൂല്യമില്ല. കുവൈത്തിനാവുമ്പോ നല്ല ദിനാറാണ്. ദിനാറ് അല്ല എന്തില്ലാന്നാ പറഞ്ഞേ? മനസ്സാ ദിനാറ് നിങ്ങൾക്ക് അറിയില്ലേ? നാട്ടില് മൂല്യം ഉണ്ടാണ്. ആ പൈസ വരുമ്പോ 100 റുപ്യക്ക് 200 റുപ്യ മാറും. ദിനാറ അനാറ? അനാറല്ല ദിനാറ്. അതും അറിയില്ല. ഗൾഫിക്ക് ഗൾഫ് കൊണ്ട് ഇവിടത്തെ കച്ചവടത്തിന് നേരെ എനിക്ക് ഇന്നൊരു മൂരിക്കൂടെ കുവൈത്തിൽ നോക്കിക്കോളെ. അതാവുമ്പോ നാട്ടിൽ കുട്ടിക്ക് എന്തെങ്കിലും അയച്ചു കൊടുത്താലും പൈസക്ക് മൂല്യണ്ടേ. അത് മനസ്സിലായി, എന്തുണ്ടെന്നുള്ള എനിക്ക് മനസ്സിലായിപ്പോ. അപ്പൊ എനിക്ക് ഇങ്ങോട്ട് പറയാനും മൈമൂട്ടിയാക്ക എത്രയും പെട്ടെന്ന് കൊണ്ടേ. അതൊക്കെ എനിക്ക് തന്നെ ഇതിപ്പൊ തന്നെ കച്ചവടമാക്കിയാലോ എന്നുള്ളതാണ്. ഞാൻ ഏറ്റു. പെണ്ണുമ്മാന്റെ കാര്യം, 2 പെണ്ണുമ്മാന്റെ കാര്യം പോണം. അത് ഞാൻ ഏറ്റു. അതിന്റെ എന്താ വെച്ചാല് പിന്നെ ഞാൻ ഏറ്റു. ഓട്ടോറിന്റെ പിന്നെ ചില്ലറ അതൊക്കെ നടക്കട്ടെ മനസ്സാ. അതിന്റെ ഇടയ്ക്ക് ചോദിക്കാൻ അത് ഇങ്ങനെ വരവിനും പോക്കിനൊക്കെ കായണ്ടപ്പോ. പെങ്കറ്റാര സ്വഭാവമാണ്. ഒരു കാര്യം, കള്ളുടി സിഗരറ്റ് ഒന്നും കൊണ്ടുവരുതിട്ടോ. ഇന്നേ വരെ അങ്ങനത്തെ ഒരു പെങ്കട്ട് ഇവിടെ നടത്തിക്കണോ ഈ പഞ്ചായത്തിൽ? ഇതൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. അപ്പേ പറഞ്ഞ മാറി നടന്ന് കിട്ടിയാല് നിങ്ങൾക്ക് സംഖ്യ തരും. അതിപ്പോ ഓട്ടോറിക്ഷ പൈസ കൊടുക്കണ്ടേ? പിന്നെ ചില്ലറുണ്ടോ? അത് 100 രൂപ കൊടുക്കില്ല.
500 ഇല്ലാതെ ചെറുത് ഏറ്റവും ചെറുത് 500. 2000 എടുത്ത് പോയി ശേഷം കല്യാണം ശരിയായിട്ട് തരാം മനസ്സാ. അതൊക്കെ അത് വേറെ ഉണ്ടാവേ. പറഞ്ഞു തരില്ല. കാര്യമില്ല. പാത്രം കുടിച്ചോണ്ടേക്കാ. ആടുമ്പണ്ടുമാരുടെ കാര്യമാണ്. നമ്മളെ കിണ്ണണ്ടോ കൃഷ്ണന് മോഹൻതന് ഓന് ആട് വേണമെന്ന് പറയുന്നത്. ഓനെ കമ്പക്കാരനാണല്ലോ. ഞാൻ ഓനൊന്ന് കാട്ടി കൊടുക്കട്ടെ. ഞാൻ നല്ലോ പൊടിപ്പിച്ച് പറയും. മനസ്സിലല്ലേ? പൊലിപ്പിച്ച് പറയും. അതേമാതിരി നിങ്ങളൊന്ന് കായ് മറക്കണ്ട. ഇന്ന് അതിനെ കച്ചവടാക്കി തരാന് ഞാൻ പറഞ്ഞ മാതിരിയാ. എമ്മാര് മുതലാ വിചാരിച്ചിട്ടാ ഓളെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് പറയുന്നുണ്ട്. എന്നാൽ നടക്കുമ്പോ ഇങ്ങനെ നോക്കണം. വീട്ടിങ്ങനെ നോക്കണം. എല്ലാ ലക്ഷണവും ഒത്തും. അല്ല ഈ കുട്ടികളൊക്കെ നമ്മളെ കുട്ടികളെ നമ്മളതുണ്ട് കാരണവരെ കുട്ടികളതുണ്ട്. ഓരിപ്പോ കൊടുക്കപ്പത് സ്കൂളില്ലാത്തല്ലേ ഇറങ്ങിയാണ് വെറുതെ. അല്ല കുട്ടികൾക്ക് ആടിനെ കമ്പുണ്ടോ? ഓല കമ്പം കൊണ്ടാണതേ. അപ്പൊ നമുക്ക് അതൊന്ന് കച്ചവടാക്കണം. ചൂട് വിലക്കാണ് ഞാൻ പറഞ്ഞുറപ്പിച്ചിട്ടുള്ളത്. അത് ആ പറഞ്ഞ മാതിരി അവിടുന്ന് ചോദിക്കുന്നതിനനുസരിച്ച് ഉത്തരം അത് മാത്രം പറഞ്ഞാൽ മതി. മനസ്സിലായല്ലോ? ഞാൻ ഇപ്പൊ ഒരു ആടിനെ കണ്ടിട്ടുണ്ട്. കുഞ്ഞിപ്പോ കാണിച്ചു തന്നു. അതിലേറെ കുറച്ചുകൂടി ഞാൻ കാണിച്ചു തരുന്നേ പെണ്ണുമ്മ നാടിന്റെ പേര്. ആ പേരിനെ നോക്കാച്ചി. ആ പേരിന് ഒരു കൊലീനത്തല്ലേ പെണ്ണുമ്മ. പെണ്ണുമ്മാന്ന് വിളിച്ച മേന്നൊരച്ചേ വരും. കുട്ടികളെ എന്തായാലും ഇഷ്ടപ്പെടും. ഓക്കെ നിങ്ങൾ അതേമാതിരി നല്ല ചൊർക്കലാണ് കുട്ടിയാണെന്ന് കേട്ടോ. അച്ഛനോട് പറഞ്ഞു കേട്ടോ. ഇന്നെ വാങ്ങുന്ന പറഞ്ഞോണ്ടി കേട്ടോ. ഇപ്പൊ തന്നെ വാങ്ങുന്ന പറഞ്ഞോണ്ടി കേട്ടോ. എല്ലാ ചൊർക്കലാടാ. എല്ലാ അനുസരിച്ച് പെണ്ണുമ്പോ പേര് അതൊക്കെ നമ്മൾ ആദ്യം കൂടെ ജാഫ്രേ നമ്മുടെ അവിടെ നമുക്കൊന്ന് പോയി വെക്കാം കേട്ടോ. കുട്ടികൾക്കൊക്കെ വലിയ വണ്ടി അവിടെ നിർത്തിയിട്ടിരിക്കുന്നു. പോയിട്ടൊന്നുമില്ല. കുറച്ചായിട്ട് പോവാച്ചിട്ടാണേ. അത് കഴിഞ്ഞിട്ടാണ് പോവാച്ചിട്ടാണേ. കൊറേ ഉണ്ടല്ലോ. കുട്ടികളെ കമ്പം കൊണ്ട് വാങ്ങാൻ വന്നാണേ. അത് ശരി. ഇന്നിപ്പോ സ്കൂളിൽ ചേർത്തല്ലേ ഒന്നാക്കിയാ. അത് ശരി. അത് ശരി. അതാണ് കൂടെ ഉണ്ടല്ലോ. ഇതാണ് പെണ്ണുമ്മ. കുട്ടിയൊക്കെ കുട്ടികൾക്ക് കമ്പുണ്ട്. ഈ കാര്യങ്ങളൊക്കെ പാട്ടില്ലേ? അതൊക്കെ കറക്കണൊക്കെ ഉണ്ട്. കുത്തൂല കൊമ്പൊന്നുമില്ല. നല്ല ആടാട്ടോ. ഓരോ പിരിശം കണ്ടപ്പോ നല്ല ഇഷ്ടായിക്കണു. അതാ അല്ലേ? ഇത് നമുക്ക് കുട്ടികളെ കാര്യം പറ്റിയോ ആടിനെ? ഓർക്ക് പറ്റേ. നമ്മളല്ലേ കൊടുന്ന് കടുത്തന്നെ. ആരപ്പ ആടിന്റെ അടുത്ത് കുട്ടികളുണ്ടല്ലോ കൊറേ. മഞ്ഞത്താക്ക് വന്നില്ലേ ആടിനെ കച്ചവട കാര്യമാണ്. തിന്നടി കുട്ടികളെല്ലാം തരുന്ന എനിക്ക്. ഞാൻ എന്റെ അടുത്ത കുട്ടികൾ ഇതാണ്. മമ്മൂട്ടാക്ക എങ്ങനെയുണ്ട്? എവിടേനു പെണ്ണുമ്മ സാർ കുട്ടിയൊക്കെ എല്ലാം പറ്റിക്കണേ. എന്താണ് കുട്ടികളെ പെണ്ണുമ്മ കണ്ടോ കടെല്ലാം കൊടുക്കാണ്. അങ്ങനെയാണ് കുടിന്ന് കൊടുക്കണ്ടേ കേട്ടോ. മുഖത്തിന്റെ തലയിലും കുറച്ചുണ്ട്. അതെ ഇപ്പൊ നിങ്ങളെല്ലാരും കണ്ടപ്പോഴേ അതിന് ടെൻഷനാണ്. കുടിച്ചോളും. ബേജാറാണല്ലോ. അങ്ങനെ കുടിച്ചോളൂ. ഓക്കെ ഇണങ്ങണം. കുട്ടികളൊക്കെ ഒന്ന് ഇണങ്ങാണ്ട് എത്ര റുപ്യ നിങ്ങളിപ്പോ ഞാൻ ചോദിക്കണേ? ഞാൻ 8 രൂപ ചോദിക്കണത്. 8 റുപ്യ തന്നെ കേട്ടോ. നമ്മളിപ്പോ അങ്ങനെയാണ് 2-3 ആൾക്കാർ വന്ന് പോയത്. അല്ല 8 റുപ്യ എന്നൊക്കെ നമ്മള് പറയുമ്പോഴേ ഞാൻ അങ്ങനല്ലല്ലോ പറഞ്ഞേ. അതിപ്പോ അങ്ങനെ ഒരു കച്ചവടമാകുമ്പോ അങ്ങനെയൊക്കെ തന്നെയല്ലേ പറയാ. അല്ല നിങ്ങളിപ്പോ നമുക്ക് പറയാനുള്ള കാര്യം പറയും. നമുക്ക് കുട്ടികൾക്ക് വേണ്ടിട്ടാണ്. അല്ല ആയിക്കോട്ടെ. കൊണ്ടുപോന്നാണ്. നിങ്ങൾ എത്ര ഉദ്ദേശിച്ചത് ആറട്ടെ? നമ്മളൊരു 5 റുപ്യന്റെ താഴെ കാണുള്ളൂ. 5 റുപ്യ എത്താ നിങ്ങൾക്ക്? 8 റുപ്യൊക്കെ അല്ലാതെ കൊടുക്കൂല. അതിന് അങ്ങനല്ല. പെണ്ണുമ്മാന്റെ ഈ ഭാഗമൊക്കെ ഒന്ന് നോക്കിങ്ങള് ശരിയായിക്കോളൂലേ? ശരിയാവുമ്പോ നമുക്ക് അതേമാതിരി 5, 8, 10, 15 പറയാലോ ആവുമ്പോ. ഇത് അങ്ങനല്ല. ഇത് ഇപ്പത്തെ ഒരു വില അനുസരിച്ച് കാണുമ്പോ 2-2.5 കണ്ണേ ഉള്ളൂ. പക്ഷെ മൂപ്പര് നമ്മൾ അതിലേറെ വാങ്ങിത്തരും. 2, 2, 3 ഒന്നല്ല, അതിലേറെ വാങ്ങിത്തരും. ഞാനൊരു കാര്യം പറയട്ടെ. എന്നൊരു കാര്യം ചെയ്തോളി. പെണ്ണുമാരും കൊണ്ടേക്കോളി, കാടുകളും കൊണ്ടേ കുറച്ച് ആട്ടുംകാട് തരാം. എന്നാ ചെയ്യാവൂലേ? ഇതിപ്പോ എന്ത് വർത്താന കണ്ണ? ഇത് ഇങ്ങനെ പോയത് ഒറ്റയടിക്ക് നടക്കൂല്ലോ. ഇത് വർത്താനം ശരിയല്ല കേട്ടോ. അല്ലേ നിങ്ങളെ മുതലിനെ കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കി. ഇതൊക്കെ അപ്പൊ അതിനെ കാണാൻ പല ചേർച്ചയുണ്ടോ? ഇതിപ്പോ വേണ്ടിട്ടല്ല ഈ കുട്ടികൾക്ക് വേണ്ടി കുട്ടികളെ കളിക്കോപ്പമായി കാണാനാണ്. ഇതേ എന്റെ കുട്ടികളെ മാരിയാണ് ഈ സാധനം. മിണ്ടാൻ വയ്യാന്നുള്ളൂ. എന്റെ കുട്ടിന്റെ മാരിനാണ്.
എന്ത് വർത്താനം പറയാം, നമുക്ക് ഇനി ആടുകളില്ലേ? മുണ്ടാതാണ് മനസ്സാ. നിങ്ങൾ കാര്യം ചെയ്തോളൂ, നിങ്ങൾ പോയിക്കോളി, ഞാൻ വേറെ ആൾക്കാരും കൊടുത്തോളാം. എനിക്ക് പോയില്ല 2 റുപ്യക്കും 3 റുപ്യക്കും വെക്കാൻ. മാമൂട്ടൊരു കാര്യം പറയാണ്, ഈ പെണ്ണുമ്മാന്റെ കാര്യം ഇന്ന് തീരുമാനമായില്ലെങ്കിൽ നാളെയാണ് ആ പെണ്ണുമ്മാന്റെ കാര്യത്തില് ഒരു സംഗതി കൊണ്ടുവരുന്നുണ്ട്. ഒരു കുവൈത്ത് പറഞ്ഞ മാരാ കുവൈത്ത് തന്നെ മാത്രല്ല വേറെ ഒരാളെയും കൊണ്ടുവരുന്നുണ്ട്. അത് ഈ പെണ്ണുമാക്കും വേണ്ടി 2 എണ്ണം നാളെ ഞാൻ കൊണ്ടുവരാം. ഓർക്ക് ഞാൻ വേറെ വല്യമാളെ കാട്ടി കൊടുത്തോളാം. നമ്മക്ക് ഇവർക്ക് ഇവരുകൊണ്ട് വെക്കൂല, നമുക്ക് വേറെ ഉണ്ട്. നാളെ വരുമല്ലേ? ആ വരും. ആ പറഞ്ഞ കാര്യട്ടോ ചെക്കനെ അത് ഞാൻ ഏറ്റു. കുറച്ച് പൈസ ഇങ്ങനെ പോകുന്ന നിങ്ങൾക്ക് ഞാൻ വേറെ ആട പൂച്ചൊക്കെ വാങ്ങിക്കൊണ്ടു. അങ്ങോട്ട് വരും. ഓർമ്മ ആരും ആടിന് കൊടുക്കോ? ആടല്ലേ പോച്ച വളർത്തി എനിക്ക് വേദന. രാവും പകലും നിങ്ങൾക്ക് എപ്പോഴും രാവും പകലല്ലേ? ഞാനോട് പറഞ്ഞില്ലേ നിങ്ങൾ പോയി നിങ്ങൾ മുമ്പിൽ കിടന്നാ വെയിലല്ലേ കറക്കില് പോയി വെക്കണേ വെക്കണേ ഓക്കെ. ഈ ഉള്ള ചൊർക്ക് മതി, ഈ ഉള്ള ചൊർക്കുള്ള പെണ്ണ് മതി എന്നാ പറയാ. ആ ബ്രോക്കറുമായ മുട്ടി എവിടെയോ ഒന്ന് വരാന്ന് പറഞ്ഞാണല്ലോ. ആ ഗതി കെട്ടിയാൻ ചെറുക്കനാത് നമ്മള് പറഞ്ഞ മാതിരി ഞങ്ങൾക്ക് അറിയില്ലേ? ആള് സൂപ്പറല്ലേ? സൂപ്പറാണ്. നേരെ ഇപ്പൊ സംസാരം ഇതുവരെ തീർന്നില്ലേ? പെണ്ണ് ചൊറുക്കുണ്ടായ മതിയോ? എങ്ങനെയെങ്കിലും അറിയാലോ നിങ്ങളെ പെണ്ണിനെയാണ് എങ്ങനെയെങ്കിലും ഞാനൊക്കെ ശരിക്കോളാന്ന്. അതല്ല ഞാൻ നമ്മളിൽ ആ ബന്ധം കൊണ്ട് കൊണ്ടുവന്നാണ്. ഇല്ലെങ്കിൽ മന്ത്രിന് മാണിക്കൊണ്ട് കിട്ടിയാനുള്ള പൗറുണ്ടോ? അതന്നെ എന്നോട് ഞാൻ ഈ കാര്യങ്ങളും പറഞ്ഞു. നമ്മളെ കുട്ടികളെ കാര്യത്തിൽ അതിനുള്ള ബസ് തരേണ്ടി വരും. അത് മനസ്സിലായില്ലേ? ഞാൻ തരാന്ന്. അതൊക്കെ പൊന്നും മണലും പാരനോണാ. നോക്കണല്ല അതെനിക്ക് അഴിഞ്ഞൂടെ? അത് കാര്യം പോലെ പറഞ്ഞിട്ട് ഒക്കെ അങ്ങോട്ട് സെറ്റപ്പ് ആക്കിക്കോ. പെട്ടെന്ന് തന്നെ നിക്കാവും കല്യാണം. അതൊക്കെ ഞമ്മളേറ്റൂന്ന്. പോത്ത് സുർബിയാനും മീനിന്റെ മന്തി വെക്കണം. അത് നമുക്ക് വെക്കണം. മഴയാണ് വരുന്നത്. അപ്പൊ എന്നാ ടി വി കണ്ടിരിക്കുന്നുണ്ടാവും. തുണിയാളൊക്കെ ഇപ്പൊ നാനി ടിവിന്റെ മുന്നിൽ നിന്നാ പിന്നെ ഒന്നും അറിയണ്ടല്ലോ. പൊണ്ണുമ്മനെ കാണാൻ വന്നാ? പെണ്ണുമാനെ കാണാനോ? പെണ്ണുമ്മേന് ഇവിടെ അല്ലേ? അവിടെയാണ്. ഇങ്ങോട്ട് പോര്. അവിടെ ഇങ്ങോട്ട് പോര്. പെണ്ണും അവിടെടാ. മൈമുട്ടിയാക്ക പിന്നെ അങ്ങോട്ട് പോരാ. അവിടെയാണ് പെണ്ണും കേട്ടോ. ചെരുപ്പിട്ടാളെ ഇവിടെ തന്നെയാണേ. അത്ര ദൂരൊന്നുമില്ല. ഇങ്ങോട്ട് പോര്. കാൽമലൊക്കെ എന്തെങ്കിലും കുത്തു നോക്കിക്കോ. ഇതാ ഇവിടെ തന്നെ. കൊറേ ദൂരൊന്നുമില്ല. ആട് കൂട്ടി കയറി. ഇതാ കൂടെ പെണ്ണുമ്മ. അതെ നിങ്ങളെന്താ ആളെ കുതിരയൊക്കെ തള്ളേ? രത്ത് കുതിരാക്കണു. പെണ്ണുമ്മാനെ വെച്ചത് ഇതാ കൂടെ കൂട്ടി കിടക്കണു. പെണ്ണുമ്മ നോക്കി, ഞാൻ അങ്ങോട്ട് ഒന്നും പറയണില്ല. ഞാൻ പെണ്ണുമ്മാനെ കാണാൻ വേണ്ടി വന്നാണ്, അല്ലാതെ ഈ ആടിനെ കാണാൻ വേണ്ടി വന്നല്ല. അപ്പൊ ചങ്ങായി പെണ്ണുമ്മാനെ കാണാൻ വന്നാക്കണു. പെണ്ണുമ്മ ഇതാക്കണു. ഇതെന്ത് പെണ്ണുമ്മ ആടല്ലേ? ഈ തള്ളക്കെന്താ സുഖമില്ലേ തലക്ക്? പോയത് പെണ്ണുമാനെ ചോദിച്ചു വന്നാണ്. ഞാൻ കാട്ടി കൊടുത്താണ്. ഇതാണ് എന്റെ അമ്മാനെ തളാച്ചാനെ. സുഖല്ലേ? കൊടുക്കുന്നതാണ് പെണ്ണുമ്മനെ കാണാൻ വേണ്ടിട്ട്. ഈ തള്ള നിനക്ക് ആടിനെ കാട്ടിത്തരുന്നതേ. ഈ തള്ളക്ക് ആടുകുട്ടിനെ കാട്ടിത്തരാ. ഈ തള്ളക്ക് എന്താ സുഖല്ലേ? ലക്കന്റെ മൂട്. ഞാനിത് കുവൈറ്റിന്റെ ആറ്റക്കുറുക്കി ഉണ്ടാക്കിയ പുതിയാപ്പിള ചെറുക്കായിരുന്നു. എല്ലാം അതാണ് കൊളാക്കിയപ്പോ ചെറുപ്പതായില്ലേ. ഇന്നലെ ആടിന്റെ കൊളാക്കി, ഇന്ന് ഇത് പുതിയാപ്പിളിന്റെ കൊളാക്കി.
നിങ്ങൾക്ക് മകളെ കെട്ടിക്കണം എന്നാണ് ദിനാറ് സുനാറ് അറിയുന്നല്ലോ ഇന്നലെ ഒലക്ക ഈ തള്ളന്റെ പെണ്ണുമാനെ കാണാൻ അവിടെ എന്തിട്ടുള്ള അന്ന ഞാൻ അവിടെ എത്തി തീർക്കാം. അപ്പൊ ഞാൻ അത്തോട്ട് എന്നോട് അവിടെ കുത്തിക്കാന്നോ പിന്നെ ഈ തള്ള അങ്ങോട്ട് കൊടുന്നു. ഇന്നലെ കുറെ പെണ്ണുമ്മാളും വല്യമ്മാളും ഈ തള്ളക്ക് സുഖമില്ല അല്ലെങ്കിൽ കാര്യം പറയണ്ട തള്ള. അതിച്ചിട്ട് ഇങ്ങനെ ആൾക്കാർ കേൾക്കാനുള്ളത് ഇവിടെ ഒറ്റണ്ടാക്കി വിളിച്ചു പറയാ. കുവൈറ്റും ദിനാറും പിന്നെ 5-6 പെണ്ണും